മലയാളത്തിന്റെ സ്വന്തവും സ്വകാര്യവുമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂട്ടി. അദ്ദേഹം ഈ ഒരു പ്രായത്തിലും 72 വയസ്സ് കഴിഞ്ഞുവെങ്കിലും ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം പരിശ്രമത്തിലാണ്. അത്തരത്തിൽ സൗന്ദര്യത്തിനും ഫിറ്റ്നസിനും എല്ലാം റിയൽ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ ട്രെൻഡിങ്ങുകളെല്ലാം അവലംബിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്ന് നമുക്ക് പലർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ പറ്റി പലർക്കും അറിയുമെന്ന് കരുതുന്നു. ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഒരു സഹോദരനായിരിക്കും ഇബ്രാഹിം കുട്ടി. അദ്ദേഹത്തിന്റെ മകൻ മക്ബൂൽ സൽമാൻ സിനിമയിലെല്ലാം സജീവമാണ്. അപ്പോൾ ഇബ്രാഹിം കുട്ടിക്കയുടെ പുതിയൊരു ഇന്റർവ്യൂവിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, മമ്മൂട്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന് പറയുന്നത് അവര് ഉപ്പാക്കാണ്. അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ഞങ്ങളുടെ ഉപ്പാക്കാണ്. ഇപ്പോൾ ഇബ്രാഹിം കുട്ടിക്ക് പറഞ്ഞ ഈ ഒരു സംഭവം കൊല്ലങ്ങൾക്ക് മുമ്പ് ജനാർദ്ദനൻ സാറിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് മമ്മൂട്ടിയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഇരുന്നിട്ടുള്ള ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം മമ്മൂട്ടിയെ കണ്ട ആ ഒരു ആദ്യത്തെ നിമിഷത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പയെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആളായി തോന്നിയത് എന്ന് മമ്മൂട്ടിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വാചാലനായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ സൗന്ദര്യം വളരെയധികം നല്ല രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് അദ്ദേഹം പഠിച്ചു ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കണം